What birthday would you say had the most growth for you? Where did you feel the most change from the previous year? Okay. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷം ആയപ്പോഴത്തേക്കും, കഴിഞ്ഞ ബർത്ത്ഡേ നിന്ന് ഈ ബർത്ത്ഡേ ആയപ്പോഴത്തേക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നൊരു, അല്ലെങ്കിൽ ഗ്രോത്ത് വന്നൊരു ബർത്ത്ഡേ, അത് ഈ ബർത്ത്ഡേ. ഐ ചേഞ്ച്ഡ്. ഞാൻ ഒരുപാട് മാറി. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ എങ്ങനെയാ തോന്നുന്നു എനിക്കറിയത്തില്ല, പക്ഷേ ഐ പേഴ്സണലി ഫീൽ ഞാൻ ഒത്തിരി മാറി. എൻ്റെ ലൈഫ് ഒരുപാട് മാറി. അമ്മച്ചി മരിച്ചു. അതൊരു ഭയങ്കര വലിയൊരു എന്താ പറയുക, ഭയങ്കര വലിയൊരു ലോസാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മരിക്കുക എന്ന് പറയണത് നമുക്ക് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിനു മുമ്പ് അങ്കിളുമാരും ഒക്കെ മരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ സ്വന്തം എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ഞാൻ എൻ്റെ വീട്ടിലെ ഓർമ്മകളിലോട്ട് പോകുമ്പം എവ്രി സിംഗിൾ പിക്ചർ ഹാസ് ഹെർ ഫേസ്. ഓരോ സീനിലും എനിക്ക് അമ്മച്ചിയുണ്ട്. ഞാൻ അമ്മച്ചി ഇല്ലാത്തൊരു മെമ്മറി എനിക്ക് എൻ്റെ വീടിനെ പറ്റി ആലോചിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് എനിക്കൊരു നഷ്ടമുണ്ടായി. പക്ഷെ അമ്മച്ചി മരിച്ചതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളും ഞാൻ ഒത്തിരി മാറി. ഞാൻ ഭയങ്കരമായിട്ട് മാറി. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എനിക്ക് അമ്മച്ചി പോലെ ആവണം എന്നാണ്. സോ ഐ സീ ഹെർ ആസ് എ റോൾ മോഡൽ, ലൈക്ക് ഒരു ആസ് എ വൈഫ്, ആസ് എ മോം, ആസ് എ ഗ്രാൻഡ് മോം, എല്ലാം. ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ വീട്ടിൽ ടി വി കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ അമ്മച്ചി ചായ ഉണ്ടാക്കിയിട്ട് എനിക്ക് കൊണ്ടുതരും. ഞാൻ ചോദിക്കില്ല, ഞാൻ പറയും എനിക്ക് വേണ്ട, ഞാൻ അവിടെ വന്ന് കഴിച്ചോളാം. നോ, ഷീ ബ്രിങ്സ് ഇറ്റ് ടു മീ. എനിക്ക് ഐ ഡോണ്ട് നോ. അപ്പം അമ്മച്ചി മരിച്ചത് കൊണ്ട് എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു. സോ എൻ്റെ ലൈഫിൽ ഒത്തിരി ഗ്രോത്ത് ഉണ്ടായി. ഞാൻ എന്താ പറയുക, ഫുള്ളി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ബേസൽ മെറ്റബോളിക് റേറ്റ് വരെ കൂടി. ഞാൻ വെറുതെ ഇരുന്നാൽ പോലും വെയിറ്റ് ലോസ് ഉണ്ടാവുന്ന പോലെ അത്രയ്ക്ക് ഞാൻ ആക്റ്റീവാണ്. ഞാൻ ഫുൾ ടൈം ഓടി നടക്കുവാണ്. എനിക്ക് അങ്ങനെ റെസ്റ്റ് ചെയ്യണം, റിലാക്സ് ചെയ്യണം, അങ്ങനത്തെ ചിന്തകളൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അത് നല്ലതാണോ മോശമാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒത്തിരി മാറ്റം വന്നു. പിന്നെ ഹഗിയ വന്നു, കൊച്ചു വന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ലൈഫ് ഇസ് സോ ബ്യൂട്ടിഫുൾ. നമുക്ക് അതിനു മുമ്പ് വരെ ഞാൻ വിചാരിച്ചിരുന്ന കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണെന്ന്. പക്ഷെ അവളുടെ ചിരിയും അവളുടെ കളിയും അത് പ്രൈസ്ലെസ് ആണ്. നമ്മൾ എന്ത് കൊടുത്താലും അത് തകില്ല. ഞാൻ എവിടേക്കാണ് വർത്താനം പറഞ്ഞു പോകുന്നു അല്ലേ? ഓക്കെ. സോ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടായ ഒരു വർഷം ഇതാണ്. ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായ ഒരു വർഷം ഇതാണ്. ഭയങ്കര ഇമോഷണലായി അല്ലേ? സോ ഞാൻ ഇനി കുറച്ച് ഫൺ ക്വസ്റ്റ്യൻസിലോട്ട് പോവാണേ. ഇമോഷനൊക്കെ മാറ്റി വെക്കട്ടെ.